പലപ്പോഴും സോഷ്യൽ മീഡിയയിലോ വാർത്തകളിലോ കാണാറുള്ള ഒരു പ്രധാന ചർച്ചയുണ്ട്. എന്തിനാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം വിദേശ യാത്രകൾ നടത്തുന്നത് എന്ന് ചോദിച്ച് വിമർശകർ രംഗത്തെത്താറുമുണ്ട്. മോദി വെറുതെ കറങ്ങി നടക്കുകയാണെന്നൊക്കെ കുറ്റപ്പെടുത്തുന്നവരെ നമ്മൾ കണ്ടിട്ടുമുണ്ട്, അല്ലെ? എന്നാൽ ആ യാത്രകൾക്ക് പിന്നിൽ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന എത്ര വലിയൊരു ദീർഘവീക്ഷണമുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏത് രാജ്യത്തേക്ക് പോയാലും അവിടുത്തെ ഭരണാധികാരികൾ നമ്മുടെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നത് വെറും അതിഥിയായല്ല, മറിച്ച് ലോകം ഉറ്റുനോക്കുന്ന ഒരു ശക്തമായ രാജ്യത്തിന്റെ കരുത്തുറ്റ നേതാവായിട്ടാണ്. ഇന്ന് ലോകവേദിയിൽ ഇന്ത്യയുടെ പതാക വാനോളം ഉയരുമ്പോൾ അതിന് പിന്നിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കഠിനമായ നയതന്ത്ര പര്യടനങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ വിദേശ യാത്രകളുടെ യഥാർത്ഥ കണക്കുകളെ കുറിച്ചാണ്. ആ യാത്രകൾ നമ്മുടെ രാജ്യത്തിന് നേടിക്കൊടുത്ത ചരിത്ര നേട്ടങ്ങളെ കുറിച്ചാണ്. കണക്കുകൾ പരിശോധിച്ചാൽ ആർക്കും അഭിമാനിക്കാം. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം രാജ്യസഭയിൽ ഔദ്യോഗികമായി നൽകിയ കണക്കുകൾ പ്രകാരം 2021 മുതൽ ഇതുവരെയുള്ള കാലയളവിൽ ലോകത്തെ 65 രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചിട്ടുള്ളത്. ഇത് വെറുമൊരു സന്ദർശനം മാത്രമായിരുന്നില്ല. ആഗോള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും വിവിധ മേഖലകളിൽ പരസ്പര സഹായം ഉറപ്പാക്കുന്നതിനുമുള്ള ചരിത്രപ്രധാനമായ യാത്രകളായിരുന്നു അവ. ഈ വിദേശ സന്ദർശനങ്ങളുടെ ഭാഗമായി വിവിധ രാജ്യങ്ങളുമായി നിർണായകമായ 316 ധാരണാപത്രങ്ങളിലാണ് ഇന്ത്യ ഒപ്പുവെച്ചത്. ഏതൊക്കെ മേഖലകളിലാണ് ഈ കരാറുകൾ ഒപ്പുവെച്ചത് എന്നറിയാമോ? നമ്മുടെ വികസന കുതിപ്പിന് ഊർജ്ജമേകുന്ന പ്രതിരോധം, ഡിജിറ്റൽ ടെക്നോളജി, ആരോഗ്യ സേവനം, വിദ്യാഭ്യാസം, AI, സെമി കണ്ടക്ടർ, ബഹിരാകാശ സഹകരണം, കാർഷികം, സാംസ്കാരിക വിനിമയം തുടങ്ങി തന്ത്രപ്രധാനമായ നിരവധി മേഖലകളിലാണ് ഈ സഹകരണ കരാറുകൾ പ്രാബല്യത്തിൽ വന്നത്. രാജ്യത്തേക്ക് അത്യാധുനിക സാങ്കേതിക വിദ്യകളും നിക്ഷേപങ്ങളും ആകർഷിക്കുന്നതിൽ ഈ കരാറുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. വിമർശകർ ചോദിക്കാറുണ്ട്, ഈ യാത്രകൾക്കൊക്കെ എത്ര ചിലവായി, അതുകൊണ്ട് രാജ്യത്തിന് എന്ത് കിട്ടിയെന്ന്. അതിനുള്ള ഏറ്റവും ശക്തമായ മറുപടിയാണ് വിദേശ നിക്ഷേപത്തിന്റെ കണക്കുകൾ. പ്രധാനമന്ത്രിയുടെ ഈ നയതന്ത്ര ദൗത്യങ്ങളുടെ നേരിട്ടുള്ള ഫലമായി രാജ്യത്തേക്ക് ഒഴുകിയെത്തിയത് വൻതോതിലുള്ള വിദേശ നേരിട്ടുള്ള നിക്ഷേപമാണ്. 2021 ഏപ്രിൽ മുതൽ 2025 ഡിസംബർ വരെയുള്ള കാലയളവിൽ മാത്രം 38,000 കോടി ഡോളറിന്റെ, അതായത് ഇന്ത്യൻ രൂപയിൽ 35 ലക്ഷം കോടി രൂപയിലധികം വരുന്ന വിദേശ നിക്ഷേപമാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയും മാന്ദ്യത്തിലൂടെയും കടന്നു പോകുന്ന കാലഘട്ടത്തിലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലും നേതൃത്വത്തിലും ലോകരാജ്യങ്ങൾക്കുള്ള അടിയുറച്ച വിശ്വാസത്തിന്റെ തെളിവാണ് ഈ വൻ നിക്ഷേപം. നമ്മുടെ രാജ്യത്ത് പുതിയ വ്യവസായങ്ങൾ വരുന്നു, യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇതിന്റെ എല്ലാം പിന്നിലെ മാസ്റ്റർ മൈൻഡ് മറ്റാരോ അല്ല, നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇനി യാത്രകളുടെ ചിലവുകളുടെ കണക്കുകൾ കൂടി നമുക്ക് നോക്കാം. വിദേശകാര്യ മന്ത്രാലയം പാർലമെന്റിൽ വ്യക്തമായ കണക്കുകൾ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. 2021 കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ 36 കോടി രൂപ, 2022 ആഗോള പങ്കാളിത്തം വിപുലീകരിച്ചപ്പോൾ 55 കോടി രൂപ, 2023 നിർണായക G20 ഉച്ചകോടിയിൽ അടക്കം നടന്നപ്പോൾ 93 കോടി രൂപ, 2024 അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പങ്ക് വിപുലമായപ്പോൾ 109 കോടി രൂപ, 2025 സാമ്പത്തിക ഉച്ചകോടികളിലെ സജീവ സാന്നിധ്യത്തിന് 180 കോടി രൂപ, 2026 ഇതുവരെ 74 കോടി, മാസത്തിൽ നോർവേ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തിയ സന്ദർശനത്തിന് 17 കോടി ഉൾപ്പെടെ 2021 മുതൽ ഇതുവരെയുള്ള മൊത്തം സന്ദർശനങ്ങളുടെ ചിലവ് ഏകദേശം 550 കോടി രൂപയോളമാണ്. ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. ചിലവാക്കിയ 550 കോടി രൂപയേക്കാൾ എത്രയോ ഇരട്ടിയാണ് രാജ്യത്തിന് ലഭിച്ച സാമ്പത്തിക നയതന്ത്ര നേട്ടങ്ങൾ. 35 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് ഇതിലൂടെ ഇന്ത്യ സ്വന്തമാക്കിയത്. ഇത് വെറുമൊരു കണക്കല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാക്കുന്ന വലിയൊരു മുന്നേറ്റമാണ്. പണത്തിനപ്പുറം ഇന്ത്യക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്പത്ത് അന്താരാഷ്ട്ര തലത്തിലുള്ള ആദരവാണ്. ഏത് രാജ്യത്ത് ചെന്നാലും അവിടുത്തെ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കുന്ന സ്നേഹവും ബഹുമാനവും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അമേരിക്ക ആയാലും ഫ്രാൻസ് ആയാലും റഷ്യ ആയാലും ജപ്പാൻ ആയാലും ഓസ്ട്രേലിയ ആയാലും ഭാരതത്തിന്റെ ശബ്ദം ഇന്ന് ലോകം മുഴുവൻ കാതോർക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയും സാങ്കേതിക വികസനവും മുൻനിർത്തി പ്രധാനമന്ത്രി നടത്തുന്ന ഓരോ വിദേശയാത്രയും നമ്മെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കുകയാണ്. വിദേശ രാജ്യങ്ങളുമായുള്ള ഈ ശക്തമായ സൗഹൃദം അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിന്റെ സ്ഥാനം കൂടുതൽ ഭദ്രമാക്കിയിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, വിമർശനങ്ങൾ എന്തുമാകട്ടെ, പക്ഷേ ഈ വസ്തുതകൾ നമ്മോട് പറയുന്നത് മറ്റൊന്നാണ്. 65 രാജ്യങ്ങളിലേക്കുള്ള ഈ യാത്രകളും 316 കരാറുകളും 35 ലക്ഷം കോടിയുടെ നിക്ഷേപവും ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കി മാറ്റുന്നതിനുള്ള അടിത്തറയാണ്. ഈ കഠിനാധ്വാനത്തെയും നയതന്ത്ര വിജയത്തെയും നമുക്ക് അഭിമാനത്തോടെ പിന്തുണയ്ക്കാം.
ആഗോള വേദിയിൽ ഇന്ത്യയുടെ സ്ഥാനം പൂർണ്ണമായും ഇന്ന് മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇത് പണ്ടത്തെ ഇന്ത്യയല്ല. ലോകത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും യുദ്ധ സാഹചര്യങ്ങളിലും മറ്റു രാജ്യങ്ങൾ ഇന്ത്യയുടെ സഹായത്തിനായി ഉറ്റുനോക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഇന്ത്യ കടന്നു പോകുന്നത്. G20 പോലുള്ള അന്താരാഷ്ട്ര ഉച്ചകോടിയായാലും ലോക നേതാക്കളുടെ ഒത്തുകൂടലുകളായാലും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന ആദരവും പ്രാധാന്യവും ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളുമായി സൗഹൃദങ്ങൾ സ്ഥാപിക്കുന്നതും പരസ്പര സഹകരണത്തിലൂടെ സാമ്പത്തിക നിക്ഷേപങ്ങൾ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ പ്രതിരോധ രംഗത്തും സാങ്കേതിക വിദ്യയിലും മറ്റ് സുപ്രധാന മേഖലകളിലും ഇന്ത്യ കൈവരിച്ച ഈ വലിയ കുതിച്ചുചാട്ടം ലോക രാജ്യങ്ങളുടെ നയങ്ങളിൽ തന്നെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 2014 അധികാരമേറ്റതു മുതൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദേശ പര്യടനങ്ങൾ രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധങ്ങളിലും അന്താരാഷ്ട്ര പ്രതിച്ഛായയിലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഭൂട്ടാനിൽ തുടങ്ങി അമേരിക്ക, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, നോർവേ തുടങ്ങി ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള രാജ്യങ്ങളിലേക്ക് അദ്ദേഹം നടത്തിയ യാത്രകൾ ഇന്ത്യയുടെ സാമ്പത്തിക, പ്രതിരോധ, സാങ്കേതിക സഹകരണങ്ങളെ പുതിയ ഉയരങ്ങളിൽ എത്തിച്ചു. ഓരോ വിദേശ സന്ദർശന വേളയിലും തന്ത്രപ്രധാനമായ കരാറുകളിലും ധാരണാപത്രങ്ങളിലും ഒപ്പുവെക്കാനും ലോകരാജ്യങ്ങളുടെ വലിയ ആദരവും സ്വീകരണവും ഇന്ത്യക്കായി നേടിയെടുക്കാനും അദ്ദേഹത്തിന്റെ ഈ യാത്രകൾക്ക് എന്തായാലും സാധിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ്, വ്ളാഡിമിർ പുടിൻ, ബെഞ്ചമിൻ നെതന്യാഹു തുടങ്ങി ലോകത്തിലെ പ്രമുഖ രാഷ്ട്ര തലവന്മാർ പോലും അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഊഷ്മളമായ സ്വീകരണവും ജനപിന്തുണയുമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. വിദേശയാത്രകൾക്കായി കോടികൾ ചിലവഴിക്കുന്നു എന്ന് വിമർശകർ കുറ്റപ്പെടുത്താറുണ്ടെങ്കിലും ആ യാത്രകൾ വെറുതെ ആയിരുന്നില്ല. പകരം രാജ്യത്തിന് ലക്ഷക്കണക്കിന് കോടിയുടെ വിദേശ നിക്ഷേപവും തന്ത്രപ്രധാനമായ കരാറുകളും ലോകവേദികളിൽ ഇന്ത്യയുടെ അന്തസ്സ് വാനോളം ഉയർത്തുന്ന നയതന്ത്ര വിജയങ്ങളുമാണ് അവയിലൂടെ സാധ്യമാകുന്നത്. പ്രധാനമന്ത്രിയുടെ ഓരോ വിദേശയാത്രയും രാജ്യത്തേക്ക് പുതിയ തൊഴിലവസരങ്ങളും അടിസ്ഥാന സൗകര്യ വികസനവും വ്യവസായ പുരോഗതിയും കൊണ്ടുവരുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളുമായുള്ള ശക്തമായ സൗഹൃദം അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിന്റെ സ്ഥാനം കൂടുതൽ ഭദ്രമാക്കാനും സഹായിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തെ പ്രമുഖ ശക്തിയായി ഇന്ത്യയെ മാറ്റിയെടുക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനങ്ങൾ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട ഈ വസ്തുതകൾ ചെലവഴിച്ച തുകയ്ക്ക് ആനുപാതികമായി കോടാനുകോടി രൂപയുടെ നിക്ഷേപവും സാങ്കേതിക വിദ്യയും ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നു എന്ന് ഉറപ്പിച്ച് പറയുന്നവയാണ്. 65 രാജ്യങ്ങളിലേക്കുള്ള ഈ യാത്രകൾ ഭാരതത്തിന്റെ ഭാവി വികസനത്തിന് വൻ കുതിപ്പേകുമെന്നതിൽ സംശയമില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാക്കുന്നതിനും ആഗോളതലത്തിൽ ഭാരതത്തിന്റെ സ്ഥാനം കൂടുതൽ ശക്തമാക്കുന്നതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന വിദേശ പര്യടനങ്ങളും നയതന്ത്ര ഇടപെടലുകളും നൽകുന്ന സംഭാവനകൾ വലുതാണ്. സാമ്പത്തിക രംഗത്തും പ്രതിരോധ രംഗത്തും രാജ്യം കൈവരിക്കുന്ന വലിയ നേട്ടങ്ങൾ ലോകവേദിയിൽ ഇന്ത്യയുടെ സ്വാധീനം ഇന്ന് വർദ്ധിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിലും നയതന്ത്ര ബന്ധങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ യാത്രകൾ. രാജ്യത്തിന്റെ വളർച്ചയും സുരക്ഷയും മുൻനിർത്തി പ്രധാനമന്ത്രി നടത്തുന്ന ഇത്തരം വിദേശ സന്ദർശനങ്ങൾ ലോകവേദിയിൽ ഇന്ത്യയുടെ സ്വാധീനം ഇന്ന് വർദ്ധിപ്പിക്കുകയാണ്. രാജ്യത്തിലേക്ക് വൻതോതിൽ വിദേശ നിക്ഷേപങ്ങളാണ് ഇതിലൂടെ വരുന്നത്. ഇനി ശത്രുരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ആഗോളതലത്തിലെ മറ്റു രാജ്യങ്ങൾ ഇന്ത്യയുടെ ഈ സാമ്പത്തിക നയതന്ത്ര കുതിപ്പിനെയും വളർച്ചയെയും ഏറെ ശ്രദ്ധയോടെയും അസൂയോടെയുമായിരിക്കും നോക്കിക്കാണുന്നത്. അവർക്ക് വേറെ പണിയില്ലല്ലോ. പക്ഷേ നമ്മുടെ ഇന്ത്യ ഇങ്ങനെ കുതിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.